മോനെ എന്തപ്പത് കഥ എന്തപ്പ കേക്കണ് ഒന്നും പോയി ഹലാക്കിന്റെ ഔലൂസും കഞ്ഞി പറഞ്ഞ ഇതുപോലത്തെ ഒരു ഹലാക്കിന്റെ ഔലൂസും കഞ്ഞി കേൾക്കാനില്ല. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം തന്നെ. ഒരു ദാശീണി ഒരു ദയയില്ലാത്ത ക്രൂരമായ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ അതികഠിനമായ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കൊല തന്നെ എന്ന് പറഞ്ഞാൽ കൊല. തലക്കടിച്ച് അവിടെ അടിച്ച് ഇവിടെ അടിച്ച്. ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴുത്തറുത്ത് കൊന്നു, അതുപോലെ തന്നെ തലക്കടിച്ച് കൊന്നു, ചുറ്റിക്കൊണ്ട് തലക്കടിച്ച്, അതുപോലെ തന്നെ കത്തി കൊണ്ട് കഴുത്ത് മുറിച്ച് കൊന്നു. മാതാവിൻ്റെ മകൻ കഴുത്തറുത്ത് കൊന്നു, മകനെ മാതാവ് കൊന്നു, വാപ്പാനെ മകൻ കൊന്നു, മകനെ വാപ്പ കൊന്നു, കുഞ്ഞിപ്പാനെ കൊന്നു, കുഞ്ഞിമാനെ കൊന്നു. ഒന്നും പറയണ്ട. അനിയനെ ഏട്ടൻ കൊന്നു, ഏട്ടൻ അഞ്ചൻ കൊന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും കൊലപാതകം തന്നെ. കൊലപാതകത്തിൻ്റെ ഒരു നീണ്ട പരമ്പരയാണ് കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? എന്താണെന്ന് എല്ലാവർക്കും അറിയണത് തന്നെ. ഒന്നാമത്തത് പണം, രണ്ടാമത്തത് മയക്കുമരുന്ന്. അല്ലെങ്കിൽ ഒന്നാമത് മയക്കുമരുന്ന്, രണ്ടാമത് പണം. ഇതന്നെയാണ് ഇപ്പം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും കൊലപാതകത്തിൻ്റെ പുതിയ പുതിയ വെറൈറ്റികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. വാപ്പാനെ മോൻ കൊന്നു, മോനെ വാപ്പ കൊന്നു. ആരും വിശ്വാസമില്ല, സ്നേഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താപ്പത് കഥ? അരുമയായി വളർത്തിയ മോനെ കൊണ്ട് വാപ്പാനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മാനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിയത്തിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താപ്പത്? കേരളത്തിൽ കാലം ലീവ് എടുത്തത് തോന്നുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ജനങ്ങളെ കൊല്ലുകയാണ്. മനുഷ്യമൃഗങ്ങൾ മനുഷ്യന്മാരെ കൊല്ലുകയാണ്. മനുഷ്യമൃഗങ്ങൾ മനുഷ്യന്മാരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. മക്കൾ നാളെ എന്തായി തീരും? ഭർത്താവ് നാളെ എന്നോട് എങ്ങനെ പെരുമാറും? ഭാര്യ നാളെ എന്നോട് എങ്ങനെ പെരുമാറും? സഹോദരൻ സഹോദരി, കുഞ്ഞിമ്മ, കാമുകി. എവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകം തന്നെ. കൊലപാതകത്തിൻ്റെ പ്രധാന കാരണം മയക്കുമരുന്ന് തന്നെയാണ്. ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ അവൻ മാനസിക രോഗിയാണ്. മാനസികമായിട്ട് അവർക്ക് ഭയങ്കര പ്രശ്നം. ഭ്രാന്തനാണ്. അവർക്ക് കാർഡുണ്ട്, മഞ്ഞ കാർഡുണ്ട്, ചുവപ്പ് കാർഡുണ്ട്, മറ്റേ പച്ച കാർഡുണ്ട്. എന്തപ്പം ചെയ്യുക? ഇതിനെതിരെ ശക്തമായിട്ട് ഒരു നിയമം വന്നിട്ട് ഈ മയക്കുമരുന്ന് ശൃംഖലനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യം കട്ട പോകുകയാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന പുതിയ ഐറ്റംസുകളും MDMA, കുണ്ടിയമ്മ, BDMA, CDMA എന്ന് പറഞ്ഞ പോലത്തെ ഐറ്റംസുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. വട്ടുളിക, കുട്ടുളിക, ചട്ടുളിക, മുട്ടുളിക എന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഐറ്റംസുകൾ വന്നുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എന്താണ് ഇപ്പം ഇനി ചെയ്യാന്നൊരു പിടിയില്ല. ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ മക്കളടക്കം ഇനിയുള്ള തലമുറ കംപ്ലീറ്റ് നാശാവുന്നുള്ളതിന് യാതൊരുവിധ സംശയവും. അതിൽ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ആ നിലക്കാണ് ഇപ്പോൾ നമ്മളെ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഈ ന്യൂസുകൾ കാണുമ്പോൾ അറിയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ പോലെ മലയാളികൾ പല ഐറ്റംസുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിയുടെ പുതിയ വെറൈറ്റികളിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. MDMA ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയില്ല എന്നാണ് പറയുന്നത്. MDMA എന്ന് പറഞ്ഞ സാധനം മൂക്കിലടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയില്ല, അത്രേ പിടിക്കാൻ പറ്റില്ല എന്ന്. അവൻ്റെ മാനസികമായ എന്താണ് അവൻ ചിന്തിക്കുന്നത്? അവനെന്താണ് അവനക്കൊരു മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കുന്നു. അപ്പം ഉമ്മയുടെ മുന്നിൽ വന്നിരിക്കുന്നത്, വാപ്പയുടെ മുന്നിൽ വന്നിരിക്കുന്നത് വൈരാഗ്യം അത് മനസ്സിലിങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ നിലക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ടപ്പോകണം. മക്കളെ എന്ത് വിശ്വസിക്കും? മക്കളോട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരെ ചീത്ത കൂട്ടുകെട്ടുകൾ പരമാവധി ശ്രദ്ധിക്കുക.
അവരെവിടേക്കാണ് പോകുന്നത്, അവരെന്തിനാണ് പോകുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത പണി അമ്മക്ക് തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് നല്ലത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. മക്കൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമായിട്ടും കാര്യമില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ വേറെ സ്വത്തുണ്ടാക്കൽ. അപ്പം സ്വത്തുണ്ടാക്കി കുറേ സ്വത്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മക്കൾ നന്നായില്ലെങ്കിൽ കഴിഞ്ഞില്ല കത്തിക്കല് ഹലാക്കില്ല ഹൗലൂസും കഞ്ഞാവും മക്കളെ. ഞാനായാലും നിങ്ങളായാലും. അപ്പോൾ ഈ മയക്കുമരുന്നിന് അടിമപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ പണം 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 തന്നെ, പണത്തിൻ്റെ ആക്രാന്തത്തിൽ നിന്ന് ഒരു മോചനം. പണം വേണ്ടെന്നല്ല, പണം വേണം. പണം ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വക ഹലാക്കിൻ്റെ അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലഹരിയുടെ ഒരു ബോധവൽക്കരണം നടത്തണം. പണത്തിനോടുള്ള അത്യാഗ്രഹം ആർത്തി അതും അവസാനിപ്പിക്കണം. എന്നെങ്കിൽ തന്നെ നമ്മളെ മക്കൾ റെഡി ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ഹലാക്കിൽ കുടുങ്ങിയിട്ട് നമ്മളെ തട്ടന്നെ ചെയ്യും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിൽ വാപ്പ വേണമെന്നോ അമ്മ വേണമെന്നോ കുഞ്ഞിപ്പ വേണോ കുഞ്ഞിമ്മയാണ് അനിയനാണ് ഏട്ടനാണ് ലവറാണ് എൻ്റെ മറ്റേ എന്താണ് പറയുക എൻ്റെ ബെസ്റ്റിയാണ് കുസ്റ്റിയാണെന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെ. ഈ വലയിൽ ഈ നീരാളിപ്പിടുത്തത്തിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. അല്ലാണ്ട് അതിൽ നിന്നും മാറാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മളെ മക്കൾ ഉപയോഗിക്കേണ്ട. എന്താ ഇപ്പോൾ ഇതിന് കിട്ടാനുള്ളതെന്നേ? ഒരു മനസുഖം എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. ഒരു കുറച്ച് നേരത്തെ ഒരു അല്പസുഖം, ആ സുഖം വേണ്ട നമുക്ക്.